ഹായ് ഓൾ. അപ്പം പാലുണ്ണി ഓക്കെ. അപ്പോൾ ഈ ഉണ്ണി ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഉണ്ണിയാണ് അല്ലേ? അപ്പോൾ ആർക്ക് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുഖത്ത് വരാം, ചിലർക്ക് കഴുത്തിൻ്റെ ഭാഗത്ത്, ചെവിയുടെ പിൻഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിലായിട്ടൊക്കെ വരാറുണ്ട്. പറഞ്ഞോട്ട് നെഞ്ചിൽ മാത്രമൊന്നുമല്ല, പല ഭാഗത്തും. ഇപ്പോൾ ചിലർക്ക് തുടയിലായിരിക്കാം, ചിലർക്ക് ഇനിയും നമ്മുടെ ബട്ടക്സ് ഏരിയയിലായിരിക്കാം. അപ്പോൾ ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് അതിന് സ്കിൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിൻ ടാഗിന് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് നമുക്ക് നോക്കാം. അത് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മധ്യവയസ്സിലല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മധ്യവയസ്സ് മീൻസ് 20-25 വയസ്സിലൊന്നും അല്ല നമുക്ക് സ്കിൻ ടാഗ് മെയിനായിട്ട് വരുന്നത്. അപ്പം നമുക്കിത് വരുന്നത് ഒരു 30കളിലാണ്. 30, 35, 40 പിന്നെ അങ്ങോട്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു വരുന്ന ഒരു ടൈം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു 30 വയസ്സിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിന് വ്യതിയാനം വരുന്നത് അല്ലേ? എപ്പോഴും നമ്മൾ ഒരേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിനിടയിൽ കെരാറ്റിനൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സ്കിൻ ഫോൾ, ഇപ്പോൾ കഴുത്തൊക്കെ നമുക്ക് നല്ല വണ്ണം വെക്കുകയാണെങ്കിൽ അപ്പോൾ ഈ രണ്ട് സ്കിൻ ഭാഗങ്ങൾ തമ്മിൽ റബ്ബ് ചെയ്യും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ ഉണ്ടായിട്ട് അവിടെ വരുന്ന സ്ട്രക്ചേഴ്സ്, അപ്പോൾ അതിനാണ് സ്കിൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കൊളേജൻ അടങ്ങിയിട്ടുണ്ട്, ബ്ലഡ് സപ്ലൈയും ഉണ്ട് അല്ലേ? ഇപ്പോൾ ചിലർ പറിച്ച് കളയാറുണ്ട്. അപ്പോൾ ഈ പറിച്ച് കളയുന്നവരാണെങ്കിൽ അവർ പറയും ബ്ലഡ് വന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലഡ് വരുന്ന കാര്യം? നമ്മുടെ സ്കിന്നിൽ കിട്ടുന്ന ബ്ലഡൊക്കെ ഇതിന് വരുന്നുണ്ട് എന്നാണ് മെയിൻ. പിന്നെ ഒരു കൊളേജൻ കൂടെ ചേർന്നതുള്ളതായതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഇലക്ട്രിക് കോട്ടറി എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഇലക്ട്രിക് കോട്ടറി പ്രൊസീജിയർ ചെയ്യുമ്പം, അതായത് കരിച്ച് കളയുക എന്നാണ് ഇലക്ട്രിക് കോട്ടറി പ്രൊസീജിയർ. അപ്പോൾ ഇത് ചെയ്യുമ്പം വരാതിരിക്കും എന്നുള്ളതല്ല, ഓക്കെ, വരാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. മെയിനായിട്ട് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഏജ് കഴിയുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു ഏജാണ്. അപ്പോൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയത്ത് PCOD ഒക്കെ ഉള്ളവരുണ്ട്, അല്ലാണ്ട് ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാറുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അതായത് പ്രഗ്നൻസി സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ പീരിയഡ്സ് ആയിരിക്കുന്ന സമയത്ത്, പിന്നെ ആഫ്റ്റർ പ്രഗ്നൻസി സമയത്ത് ഒക്കെ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഇൻസുലിൻ മെറ്റബോളിസം, ഇപ്പം കൊളസ്ട്രോൾ, ഇൻസുലിൻ മെറ്റബോളിസം, അതുപോലെ തന്നെ പാൻക്രിയാസിൻ്റെ അമിതമായിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വേഗം തന്നെ അവരുടെ സ്കിന്നിനകത്ത്, അതായത് നമുക്കൊരു രോഗാവസ്ഥയുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേറ്റിംഗ് ഫാക്ടർ കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനിവിടെ ഒരു ഇത്ര പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിലാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്ക് നമ്മുടെ വണ്ണം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. വണ്ണം കുറയ്ക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്കിന്ന് തമ്മിലുള്ള ഫ്രിക്ഷൻ ഇല്ലേ? അപ്പോൾ ആ ഒരു ഫ്രിക്ഷൻ്റെ അതായത് ഇതിൻ്റെ ഒരു മാംസത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ വളർച്ചയെ നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതാണ് മെയിൻ തിങ്. പിന്നെ പാരമ്പര്യമായിട്ടുള്ളവരുണ്ടല്ലോ, ഇപ്പോൾ പാരൻസിന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നമുക്കും വരും. ഈ പറഞ്ഞോട്ടെ, അമ്മ അല്ലെങ്കിൽ അച്ഛന് ഒരു 40-45 വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടിയൊക്കെ നമ്മൾ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഇപ്പം 65 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ് പെട്ടെന്ന് ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 8 കിലോ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒക്കെ വരാൻ വേണ്ടി നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് കുറച്ചൊരു ഹോം റെമഡീസ്, അതുപോലെ തന്നെ നമുക്കൊരു ആയുർവേദിക് റെമഡീസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഹോം റെമഡി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമുക്ക് നാരങ്ങ നീര്, ഓക്കെ. അപ്പം നാരങ്ങ നീര് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ചൊന്ന് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ബാൻഡേജ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഇളകിപ്പോവും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആപ്പിൾ സിഡർ വിനീഗർ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിടുക. അതും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതും നമുക്ക് ഇളകിപ്പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനിയും ഡയബറ്റിക് ഒക്കെ ആണ് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ബാൻഡേജിനൊന്നും പോകരുത്. കാര്യം എന്ന് വെച്ചാൽ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ബാൻഡേജ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അറിയാലോ, കുറച്ചൊക്കെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം എന്താ നമുക്ക് സംഭവിക്കുക, ആ ഒരു ഭാഗത്ത് സ്കിന്നും മറ്റേ സ്കിന്നും നമുക്ക് ശരിക്കും വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതായത് മൈക്രോബിയൽ ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവരിങ്ങനെ പറിച്ച് കളയും, അങ്ങനെയുള്ളിടത്തും പസ് ഫോർമേഷൻ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്കിതൊരു ശരിക്കും കോസ്മെറ്റിക് ആയിട്ട് നമുക്ക് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല നമ്മുടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നതല്ലേ. അപ്പോൾ കോസ്മെറ്റിക് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക് കോട്ടറിയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പക്ഷേ എപ്പോഴും പറയുന്നു അത്ര ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ.
ഇനി നമുക്ക് ആയുർവേദിക്കലി നമുക്കിപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ ആയുർവേദിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയില്ലേ, അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും അത് നമ്മൾ ഇത്തിരി തേനിൽ ചാലിച്ച് നമ്മളിത് പുരട്ടുവാണെങ്കിൽ ഇത് പഴുത്തിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നമ്മൾ നെയ്യിൽ ചേർത്തിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നമുക്ക് ഇരട്ടി മധുരം ഇതുപോലെ നമുക്ക് തേങ്ങാപ്പാൽ നമ്മൾ ചാലിച്ചിട്ട് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് വരാതിരിക്കാനുള്ള സാധ്യത ഒന്ന് കുറയുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ ലെവൽ, അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റിക് ആണ്, അതുപോലെ നമ്മുടെ ഇൻസുലിൻ ലെവൽ ഇതൊക്കെ നമുക്ക് കയറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ വ്യായാമത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം വന്നതിനെ നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രിക് കോട്ടറി പ്രൊസീജിയർ എന്താണെന്ന് അറിയാൻ ആകാംക്ഷയില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇലക്ട്രിക് കോട്ടറി പ്രൊസീജിയറിന് നമ്മളൊരു കോസ്മെറ്റോളജിസ്റ്റിനെ സമീപിക്കുമ്പം ആദ്യം അവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ബെറ്റാഡിൻ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്പിങ് ജെൽ എന്ന് പറയാം. അപ്പോൾ എന്തിനാ ഈ നമ്പിങ് ജെൽ ശരിക്കും പറഞ്ഞാൽ പ്രയോഗിക്കുന്നത്? നമ്പിങ് ജെൽ എന്തിനാന്ന് വെച്ചാൽ ഇത് കരിക്കുന്ന പ്രൊസീജിയർ അല്ലേ, അപ്പോൾ നമുക്ക് വേദന എടുക്കും. വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്പിങ് ജെൽ അപ്ലൈ ചെയ്യുന്നത്. അതൊരു 25 തൊട്ടൊരു 40 മിനിറ്റ് വരെ അതിങ്ങനെ അപ്ലൈ ചെയ്തിടുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടതിന് ശേഷമാണ് ഇവർ പിന്നെ ഈ ഒരു ഇലക്ട്രിക് കോട്ടറി പ്രൊസീജിയർ എന്ന് വെച്ചിട്ട് അത് നമുക്ക് ആ ഒരു മെഷീൻ ഇങ്ങനെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കരിയും. അപ്പോൾ കരിയുമ്പോഴത്തേക്കും അപ്പം നമുക്ക് പെയിൻ അറിയില്ല കേട്ടോ, നമ്മൾ നമ്പിങ് ജെല്ലൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആൻറ്റിബയോട്ടിക് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കൈയൊക്കെ ഒന്ന് മുറിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പാടുണ്ടാവില്ലേ, ഒരു ഹീലിംഗ് ആയിട്ടുള്ള ഒരു കരിഞ്ഞൊരു പാട് പോലത്തെ. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി ഒരു ഡോട്ട് പോലത്തെ ഒരു പാട് ഇവിടെ ഉണ്ടാകും കേട്ടോ. അത് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഫേഡായി പോവും. അപ്പോൾ അത് പറഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ നോർമൽ രീതിയിലേക്കാവും. എന്നാൽ പിന്നെ ഇത് ചെയ്താൽ പോരാ ഡോക്ടറെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുമ്പം വരാനും സാധ്യതയുണ്ട്, വരാതിരിക്കാനും സാധ്യതയുണ്ട്, മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയില്ലേ, അതുപോലെ. അപ്പം നമുക്കിത് പിന്നെ വരാതെ ഇരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനാണ് ഞാനിപ്പോൾ ഒരു ഉത്തരം തന്നത് ഈ പറഞ്ഞിട്ട്. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഒരു സൈസ് നമുക്കൊന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി പറ്റും. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഇരട്ടി മധുരത്തിൻ്റെ ഒരു പ്രയോഗം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വേറൊന്നുള്ളത് അപാമാർഗ ക്ഷാരം എന്ന് പറയും. അപാമാർഗ ക്ഷാരം പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓടിപ്പോയി ഇത് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അപാമാർഗ ക്ഷാരം എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ 20 മിനിറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്തിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം കാര്യം ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് മാറും. ചിലർക്ക് ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും, 10 മിനിറ്റ് ആയിരിക്കും, 20 മിനിറ്റ് ആയിരിക്കും. 20 മിനിറ്റ് കൂടുതൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കാര്യം 20 മിനിറ്റ് കൂടുതൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചിലർക്ക് കീലോയിഡ് ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കീലോയിഡ് എന്താണെന്നുള്ളത് വന്നിട്ടുള്ളവർക്ക് ഇവിടെ നന്നായിട്ട് അറിയായിരിക്കും. കീലോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഒരു വ്രണത്തിൻ്റെ പാട് പോലെ വരും. ഇപ്പം ആ ഒരു വ്രണത്തിൻ്റെ പാടുള്ള രോഗികൾ പലപ്പോഴും വന്ന് ചോദിക്കാറുണ്ട്, ഇത് മാറ്റാൻ വല്ല വഴിയുണ്ടോ? കീലോയിഡ് മാറ്റാൻ ഒരു വഴിയില്ല ശരിക്കും പറഞ്ഞാൽ. അത് ആരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ സെൽഫ് മെഡിക്കേഷന് പോകരുത് എന്ന്. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറിനെ, ഒരു ആയുർവേദ ഡോക്ടർ, ഇപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുമ്പം അവർ നിങ്ങളെ കറക്റ്റായിട്ട് അവർ ഗൈഡ് ചെയ്യും. ചിലപ്പോൾ ആ ഒരു OPയിൽ നമ്മൾ പോയി കറക്റ്റായിട്ടൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കിതൊന്ന് ശരിയായി കിട്ടും. അപ്പം ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഡിയേഴ്സ്.